ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കേരള സ്റ്റൈൽ മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ. ഇവിടെ എൻ്റെ നാട്ടിലെല്ലാം കിളിമീൻ ഈ മീനിന് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിളിമീൻ എടുത്ത് നല്ലോണം വെട്ടി നല്ല രീതിയിൽ വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് പാൻ നല്ലോണം ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പാം ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാം ഓയിൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പാം ഓയിൽ യൂസ് ചെയ്യുവാണ്. അപ്പം നല്ല ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പം കടുകെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് ഞാൻ ഉലുവ യൂസ് ചെയ്യുവാണ്. ഉലുവ ഇടുക. എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഉലുവയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നതോടെ കുറച്ചും ഉലുവപ്പൊടിയും കൂടെ യൂസ് ചെയ്താൽ മതി. ഉലുവ നല്ലോണം പൊട്ടി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ നല്ലോണം ഒന്ന് അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി, ഒത്തിരി കളറൊന്നും മാറണ്ട. ജസ്റ്റ് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്കിനിയും സവോളയും തക്കാളിയും കൂടി അരിഞ്ഞത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവോളയും ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തത്. അത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് അതൊന്ന് വാടി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിടാവേ. ഞാനിപ്പോൾ ഇവിടെ ഉപ്പുകല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഉപ്പുപൊടിയാണ് യൂസ് ചെയ്യുമെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്ത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുകല്ല് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഉപ്പുകല്ല് കുറച്ചിട്ട് കൊടുക്കുക. ഉപ്പുകല്ലെല്ലാം നല്ലോണം ഇട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി ഉള്ളിയും തക്കാളിയും അതിൽ നല്ലോണം ഒന്ന്, നിങ്ങൾക്കിനിയും ഉള്ളിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് നമുക്ക് ഉള്ളിയും തക്കാളിയുടെ അളവെല്ലാം നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി വാടി കഴിയുമ്പോൾ നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഞാനിവിടെ മുളക് പൊടി ഒരു 2.5 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ അളവിൽ 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ആ മഞ്ഞളും ആ മുളക് പൊടിയെല്ലാം നമുക്ക് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ പൊടിയുടെ എല്ലാം ഒരു പച്ചമണം മാറി അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ നല്ലോണം അതൊന്ന് മിക്സാക്കി നമുക്കെടുക്കാം. മിക്സാക്കി കഴിഞ്ഞ് നല്ലോണം അതിൻ്റെ കളറെല്ലാം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കതിലോട്ട് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ പുളിവെള്ളം കൂടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പുളി എടുക്കാം. അത് നല്ലോണം ആ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ആ പുളിവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പുളിയും കൂടെ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലോണം ആ വെള്ളം അതെല്ലാം കൂടെ ഈ ഒരു പരുവത്തിൽ നല്ലോണം തിളച്ച് വരണം. നല്ലോണം നമ്മൾ ഇളക്കണം. അത് ഒന്ന് മൂക്കാൻ വേണ്ടി മൊത്തത്തിൽ കിടന്നൊന്ന് ഇതായി കഴിയുമ്പം, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നമ്മളത് ചട്ടിയിൽ മീനിൻ്റെ അകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം എത്രയാണ് വേണ്ടെങ്കിൽ തിളയ്ക്കാനുള്ള വെള്ളം നമ്മളത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ മീൻ ചട്ടി എടുത്ത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം, ഗ്യാസിലോട്ട് വെക്കാം. അത് കഴിയുമ്പം നല്ലോണം ഒന്നിരുന്ന് അത് ഫുള്ളൊന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പം നമുക്കത് ഇടയ്ക്ക് നമുക്ക് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ, നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇനി അത് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഇപ്പം നമ്മൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ലോണം വെട്ടി തിളയ്ക്കുന്നത് കാണാം. അങ്ങനെ തിളച്ച് കഴിയുമ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉപ്പെല്ലാം നോക്കാം. ഉപ്പെല്ലാം നോക്കി കറക്റ്റാണെങ്കിൽ നമുക്ക് എത്രയാണോ നമുക്ക് ഈ മീൻകറി ഒത്തിരി ചാറായിട്ട് വേണ്ടവർക്ക് ചാറായിട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു നല്ല വീഡിയോയ്ക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഓക്കെ, താങ്ക് യു.